അതേ ഇടിമുറി ഇന്നും യൂണിവേഴ്സിറ്റി കോളേജിൽ നിലനിൽക്കുകയാണ്. അനുകൂല സംഘടനയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർ തന്നെയാണ് SFIയുടെ ഇത്തരം ഇടിമുറികൾക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷി വിദ്യാർത്ഥിയെ SFI പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് നിരവധി പ്രതിഷേധങ്ങളാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇപ്പോൾ KSU യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് മാർച്ചുമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്.
ഞങ്ങളുടെ ചോദ്യം ന്യായമാണ്. ഈ പ്രധാനമായി ഈ ഒരു വിഷയത്തിന് പിന്നാലെ SFIയുടെ ഇടിമുറികളെക്കുറിച്ചാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ ഈ ഇടിമുറികളുണ്ടോ? യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നല്ല, SFI ഏകാധിപത്യമായി കൊണ്ട് നടക്കുന്ന മുഴുവൻ ക്യാമ്പസുകളും അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ ഇതേ ആവശ്യം ഉന്നയിച്ച് ഇതേ ക്യാമ്പസിൽ ഒരു സഹപാഠിയുടെ ഒരു SFIക്കാരൻ്റെ തന്നെ നെഞ്ചിൽ കത്തികുത്തി ഇറക്കിയ സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളത്. അതേ ഇടിമുറി ഇന്നും യൂണിവേഴ്സിറ്റി കോളേജിൽ നിലനിൽക്കുകയാണ്. യൂണിയൻ മുറി എന്ന പേരിൽ ആ ഇടിമുറിയിൽ വെച്ച് ആ വിദ്യാർത്ഥി ഭിന്നശേഷിക്കാരനായിട്ടുള്ള ആ വിദ്യാർത്ഥിയെ സഹപാഠിയെ
അവർ ആ രീതിയിൽ പീഡിപ്പിക്കുന്ന രംഗങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ ഇന്നും അതേ രീതിയിൽ ഇടിമുറികൾ ക്യാമ്പസുകൾ തുടർന്നു പോയ തൊട്ടടുത്ത കാര്യവട്ടം ക്യാമ്പസ്, അതേ കാര്യവട്ടം ക്യാമ്പസിലും ഇതേ രീതിയിലുള്ള ഇടിമുറികൾ ഇപ്പോഴും സജീവമാണ്. കേരളത്തിലെ മിക്ക ക്യാമ്പസുകളിലും ഈ കേരളത്തിൽ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് പിണറായി വിജയൻ്റെ ഈ ദുർഭരണം ഉന്നത വിദ്യാഭ്യാസത്തിലെ കെടുകാര്യസ്ഥയാണ്. ഈ രണ്ടാമത്തെ കാര്യം, ക്യാമ്പസുകളിൽ SFI പോലുള്ള വിദ്യാർത്ഥി സംഘടന കൊണ്ടുവരുന്ന അരാഷ്ട്രീയവാദവും ഇത് രീതിയിലുള്ള ഏകാധിപത്യമാണ് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകാനുള്ള കാര്യം. സിദ്ധാർത്ഥനെ പോലുള്ള വിദ്യാർത്ഥികളെ കൊല്ലുന്ന സാഹചര്യം, അതുപോലെ നിരവധിയായി വിദ്യാർത്ഥികൾ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, ഈ സാഹചര്യങ്ങളെല്ലാം കൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ SFIയെ ഭയന്നുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇന്ന് വിദ്യാർത്ഥികൾ പഠിക്കുന്നതിന് വേണ്ടി ഭയപ്പെടുകയാണ്. ആ സാഹചര്യങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടാക്കുന്നത് SFI ആണ്. അതിനെതിരെയാണ് ഞങ്ങളുടെ സമരം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെ ഈ ക്യാമ്പസിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ ഈ വിഷ്വലടക്കം പരാതിമേൽ വിഷ്വലടക്കം കൊടുത്തിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടുത്തെ കണ്ടോൺമെൻറ് പോലീസ് തയ്യാറാവുന്നില്ല. അതിനെതിരെയാണ് ഈ സമരം നടക്കുന്നത്. ഈ ഇടിമുറികൾക്കെതിരെ എന്തുകൊണ്ടാണ് ഈ കോളേജ് അധികൃതർ ഉൾപ്പെടെ നടപടിയെടുക്കാത്തത്? എന്താണ് ഇത് നിർത്തലാക്കാൻ? അല്ല, കേരളത്തിൽ നിങ്ങൾക്കറിയാം ക്യാമ്പസുകൾക്ക് ഇടിമുറികൾ സൃഷ്ടിച്ചിരിക്കുന്നത് SFI എന്ന് പറയുന്ന സംഘടനയാണ്. ആ SFI എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇടത് അധ്യാപകരായിട്ടുള്ള, നിങ്ങൾക്കറിയാം കേരളത്തിലെ ഭൂരിപക്ഷം കോളേജുകളിലും ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ളവരാണ് ഗവൺമെൻറ് ജീവനക്കാരായിട്ടുള്ളവർ. എപ്പോഴും അവരുടെ അനുകൂല സംഘടനകളിലാണ് പ്രവർത്തിക്കുന്നത്. അനുകൂല സംഘടനയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർ തന്നെയാണ് SFIയുടെ ഇത്തരം ഇടിമുറികൾക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നതും ഇടിമുറികൾ സംരക്ഷിക്കുന്നതും അത് അവസാനിപ്പിക്കേണ്ട ഒരു ഇടപെടലും നടത്താതിരിക്കുന്നത്. എന്തായാലും ഈ ഭിന്നശേഷി വിദ്യാർത്ഥി പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഇവർക്കെതിരെ വ്യക്തമായ നടപടിയെടുക്കാത്തതിനെതിരെ വലിയ പ്രതിഷേധമാണ് KSU ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ SFI പ്രവർത്തകരെ, ഈ പ്രതികൾ എന്ന് ആരോപിക്കപ്പെടുന്നവർക്കെതിരെ കൃത്യമായ നടപടിയെടുത്തില്ല എങ്കിൽ പ്രതിഷേധം ശക്തമാക്കും എന്നാണ് KSU വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.